ഏതായാലും മിനിസ്റ്റർ അവസാനം സൂചിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ എടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു എഫേർട്ടല്ല. കാരണം ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നടക്കം വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അതിനെ പോലും സർക്കാർ നേരിട്ടതെന്ന് പറയുന്നത് സർക്കാർ നിങ്ങൾക്കൊപ്പമാണ്, അവരെ കൂടി ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണേണ്ടത്. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഞങ്ങളും ഇതിന്റെ ഗുണഭോക്താക്കളാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ അവരിൽ ആ രീതിയിൽ വന്നിരിക്കുന്നു, ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിശ്ചയമായും ആ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം ഈ പ്രദേശവാസികളിൽ സ്ഥലം തന്നവരും മറ്റു കാര്യങ്ങൾക്കുള്ളവർക്കെല്ലാം മുന്തിയ പരിഗണന കൊടുക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് ഇടപെട്ടു. അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ ഇതിനോടകം തന്നെ അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അത് സഭകളുമായി ബന്ധപ്പെട്ടതുണ്ട്, അതുപോലെ തന്നെ മറ്റിതര സംഘടനകളുമായി ബന്ധപ്പെട്ടതുണ്ട്, മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ സംഘങ്ങളുണ്ട്. അവരെല്ലാമായി ചർച്ച ചെയ്ത് നിരന്തരം കൂടിയാലോചനകൾ, ഞാനും ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയും പങ്കെടുത്ത് നിരവധി ചർച്ചകൾ അവരുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെ നിരവധി ചർച്ചകൾ ഞങ്ങൾ വളരെ സഹിഷ്ണുതയോടെയും സമയത്തോടെയും നടത്തിയാണ് ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങൾ സെറ്റിൽ ചെയ്ത് ഇനി അവശേഷിക്കുന്ന ഏതാനും ചില പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അതോടെ പരിഹരിക്കും സമീപകാല ഭാവിയിൽ. അതോടൊപ്പം തന്നെ ആ ആളുകൾക്കെല്ലാം മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ അസാപ്പ് പോലുള്ള ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിച്ച പ്രദേശത്തുള്ള ആളുകൾക്ക് 50% ആളുകൾക്ക് ഇവിടുത്തെ തൊഴിലവസരം കൊടുക്കണമെന്നൊരു കരാറുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം 376 പേരെ നിയമിച്ചു കഴിഞ്ഞു എന്ന് അദാനി എനിക്ക് രേഖ തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പരിശോധിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര നിയമനം നടന്നാലും നടക്കുന്നതിൻ്റെ 50% ആ പ്രദേശത്തു നിന്നുള്ളവരായിരിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കി കൊടുക്കും. പിന്നീട് ബാക്കി വരുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അസാപ്പ് പോലുള്ള ട്രെയിനിങ് സെൻറ്ററിൽ പരിശീലനം ശ്രദ്ധിച്ചു വരുന്നവർക്ക് കൂടുതലായി അവിടെ വേണ്ടി വരുന്ന തൊഴിലവസരങ്ങൾ കൊടുക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അതുകൊണ്ട് ആ പ്രദേശത്തിന് അതിൻ്റെ വളർച്ചയുണ്ടാകുന്നു, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് പൊതുവിലുണ്ടാകുന്ന വളർച്ച, ഇതെല്ലാം കണക്കെടുത്തപ്പോൾ ആദ്യം ചില സംശയങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നവർ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ഗവൺമെൻറ് ആണെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും തിരിച്ചറിയാൻ സന്നദ്ധരാകാതെ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ അവർ ലക്ഷ്യമാക്കുന്നത്? അത് പ്രതിപക്ഷം ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷം അല്ല ഇന്ന് കേരളത്തിലുള്ളത്. എല്ലാ വിഷയങ്ങളിലും അന്ധമായ രൂപത്തിൽ ചില പ്രശ്നങ്ങളെ സമീപിക്കുകയും എല്ലാം രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ രൂപത്തിൽ ആ പ്രശ്നത്തെ വേട്ടയാടുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് പോലും വരികയാണ്. കാരണം ഇവിടെ പ്രക്ഷോഭ സമരം വളർന്നു വന്നപ്പോൾ തന്നെ അന്ന് പ്രതിപക്ഷം എല്ലാവരും കണ്ടതാണ്. 2ാം വിമോചന സമരം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റുമൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിൻ്റെ പിന്നിലാണ് നിരന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് നല്ല പ്രവൃത്തികൾ വരുന്നത്, ആ വരുന്നതിനെയെല്ലാം മോശമായി ചിത്രീകരിക്കാനും അതിനെയെല്ലാം രാഷ്ട്രീയമായ സമീപനത്തോടു കൂടി പകപോക്കലിൻ്റെ രൂപത്തിലേക്ക് വീക്ഷിക്കാനും ഒക്കെ രൂപത്തിൽ അതിനെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന ശൈലിയാണ്. യഥാർത്ഥത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണ് ഇതിനോട് പൂർണ്ണമായി യോജിച്ചതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷം പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ത് നല്ല കാര്യങ്ങൾ വന്നാലും അതിനെ അന്ധമായി എതിർക്കുക എന്ന രൂപത്തിലേക്കുള്ള ശൈലിയാണ്. അതൊരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ ശൈലിയല്ല. ആ കാര്യത്തിൽ കുറെ കൂടെ പക്വതയാർന്ന സമീപനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ അഭിപ്രായം. ഇനി നമ്മൾ തുറമുഖത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ ട്രയൽ റൺ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് എടുത്തു പറയേണ്ടതാണ്. കാരണം അത്രത്തോളം വിജയകരമായി ട്രയൽ റൺ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം 1,00,000 TEU എന്നതിനപ്പുറം തന്നെ അതിനൊപ്പം എടുത്തു പറയേണ്ടതാണ് 65ഓളം വൻകിട കപ്പലുകൾ ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇതിനകം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി കമ്പനികൾ ഇവിടെ അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് എന്നതാണ്. നിരവധി ആളുകൾ വന്ന് അന്വേഷണമായി വരുന്നുണ്ട്. അത് പല രൂപത്തിലുള്ള ക്ലിയറിംഗ് ഏജൻസി, അതേപോലെ തന്നെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പുതിയ വ്യവസായ പാർക്ക്, ഇങ്ങനെ നാനാതരത്തിലുള്ള കാര്യങ്ങൾ വ്യാവസായിക മേഖലയായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് ചില പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ തുറമുഖം വരുന്നതിൻ്റെ പശ്ചാത്തല സൗകര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന പുത്തൻ സാഹചര്യങ്ങളാണത്. അത് വലിയ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ 65 ഷിപ്പ് വന്നപ്പോൾ തന്നെ 1,37,000 കണ്ടെയ്നർ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ നമ്മളൊരു 30 ലക്ഷം കണ്ടെയ്നറെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടപ്പാകുന്ന രൂപത്തിലേക്കാണ്. അപ്പോൾ വളരെ വളരെ ഒരുപക്ഷെ ലോകത്ത് 5ാം സ്ഥാനം 4-5 പുറമെടുക്കുമ്പോൾ അതിൽ ഒന്നാകും നമ്മൾ പറഞ്ഞെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് തന്നെ ഭാവിയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും
നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേറെ അഭിമാനകരമാണ്, നമുക്കേറെ ആഹ്ലാദകരമാണ്. ഈ VGFന്റെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ അത് നമ്മുടെ ഒരു അനിവാര്യ ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് VGFന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും തുടർന്നും കേന്ദ്രത്തിലുള്ളൊരു സമ്മർദ്ദം അത് ശക്തമായി തുടരുക എന്നുള്ളത് തന്നെയാണോ? നിശ്ചയമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. VGFന്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള ആ സമ്മർദ്ദം വീണ്ടും നമ്മൾ മൃദവും അപ്പോൾ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം നടത്തും. അത് നമുക്ക് അർഹതപ്പെട്ടതാണ്. അതിലൊരു ഏതെങ്കിലും ഔദാര്യത്തിൻ്റെ പ്രശ്നമില്ല. ആ അർഹതപ്പെട്ടത് ലഭ്യമാകണമെന്ന രൂപത്തിലേക്കുള്ള സമ്മർദ്ദവുമായി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു കരാർ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ഇനി എല്ലാവരുടെയും പ്രതീക്ഷ കണ്ണുകൾ കമ്മീഷനിങ്ങിലേക്കായിരിക്കും. സംശയമില്ല. എത്രയും വേഗം കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളുമായി നമുക്കെല്ലാം ചേർന്ന്, അതിനകത്ത് മീഡിയ ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ, ഗവൺമെൻറ് വിവിധ മിഷണറികൾ, ഒപ്പം വലിയ രൂപത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർ, അതിൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചുകൊണ്ട് ഇതിന് എല്ലാ അർത്ഥത്തിലും സഹായിച്ചുള്ള മീഡിയ, എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ തരത്തിൽ നമുക്ക് അഭിമാനകരമായി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കേറാൻ കഴിയും. തുടർന്ന് 2ഉം 3ഉം ഘട്ടങ്ങൾ നടപ്പിലാക്കുന്ന പ്രവൃത്തി 2028 പൂർത്തീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ഏതായാലും വളരെയധികം നന്ദി മിനിസ്റ്റർ, രാവിലെ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പങ്കെടുത്തതിന്. ഉടൻ തന്നെ നമുക്ക് കരാറിന് ശേഷം കാണാം. കാണാം.